ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ കുഞ്ഞൻ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതാണല്ലോ അപ്പോൾ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെയ്തവരെല്ലാവരും തന്നെ ആ ഫാമിലിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഫാമിലി വളരെ മോശം ഫാമിലിയാണെന്നും അതുപോലെ തന്നെ ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർ ഉഡായിപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം മോശമായ രീതിയിൽ ആ ഫാമിലിയെ ചിത്രീകരിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ കുട്ടി ഒളിച്ചോടി പോയതിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. കുട്ടി ഒളിച്ചോടി പോകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ അമ്മയും അച്ഛനും കൂടിയിട്ട് കണക്ക് പറഞ്ഞു എന്നുള്ളതാണെന്നാണ് ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. ഇതിനു മുമ്പ് ഞാൻ അവരുടെ വീഡിയോ കണ്ടിരുന്നു. അതായത് കല്യാണത്തിന്റെ ചെലവുകൾ താങ്ങാൻ കഴിയുന്നില്ല, സ്ഥലം വിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവർ വീഡിയോസൊക്കെ ഞാനും കണ്ടിരുന്നതാണ്. അതിലവർ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് കുറേ ഒരു മാസം മുമ്പ് തുടങ്ങിയിട്ടേ അവർ ഈ കല്യാണത്തിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ പൈസ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, സ്ഥലം വിൽക്കണം, വിറ്റാലേ ആ പൈസ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്തുള്ള മിക്ക വീഡിയോകളിലും അവർ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് പരാമർശിക്കുകയും സ്ഥലം നല്ല വിലയ്ക്ക് കച്ചവടം ആവണം, ആരെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കില്ല, കാരണം അത്രയും നല്ല സ്ഥലമാണ്, ടൗണിനടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോയിൽ പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കല്യാണം ആഡംബരമായിട്ട് നടത്തണം എന്നുള്ള ആഗ്രഹമുള്ള ഫാമിലി തന്നെയാണ്. ഈ കുറ്റം പറയുന്നവരാരും ചിന്തിക്കാത്ത ഒരു മറുവശമുണ്ട് ഇതിന്. കാരണം ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ അവനവൻ്റെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പുറം ലോകത്തേക്ക് കാണിച്ചിട്ട് തന്നെയാണ് ഈ വ്ളോഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നീട് ആ ഫാമിലിയിൽ എന്തെങ്കിലും ഇതുപോലുള്ള ദുരന്തങ്ങളോ ദുരനുഭവങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ആ ഫാമിലിയിലുള്ള കെട്ടുറപ്പ് നമ്മൾ കണ്ടതൊന്നും ആയിരുന്നില്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പൊട്ടിത്തെറി ഉണ്ടായിരുന്നു, ഈ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ട ഒരു ഫാമിലി വ്ലോഗ് അല്ല, അവരുടെ ഫാമിലിയുടെ സെറ്റപ്പ് അങ്ങനെ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. അപ്പം ഈ അടുത്ത് 2 ആൺമക്കളുള്ള ഒരു വീട്ടിലെ ഇതുപോലെ ആ ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ മൂത്ത മോനെ ആ ഭാര്യയെ വിളിച്ചുകൊണ്ട് വേറെ പോയി ഭയങ്കര പ്രശ്നമായി. അതിനു മുമ്പ് തൊട്ട് 2 ആഴ്ച മുമ്പ് വരെ അവരുടെ ഫാമിലി വ്ലോഗ് എങ്ങനെയായിരുന്നു? ഭയങ്കര ഒത്തൊരുമയുള്ള ഏട്ടനും അനിയനും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് എന്തോ ഒരു ഒത്തൊരുമയും സ്നേഹമായിരുന്നു. അപ്പോൾ എന്നോ അവർക്കിടയിൽ പൊട്ടിത്തെറികൾ നടന്നിട്ടുണ്ട്. അതൊരു സുപ്രഭാതത്തില് വെളിച്ചത്തായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പല ഫാമിലി വ്ലോഗിന്റെയും സത്യാവസ്ഥ പുറത്തേക്ക് അറിയുന്നത്. നമ്മൾ ഈ പുറത്ത് ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന സംഭവങ്ങളൊന്നുമല്ല. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമ്മളുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല തൊട്ടടുത്ത ഫാമിലിയിൽ സംഭവിക്കുക. അവിടെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും അല്ലേ. ഒരാളുടെ വീടിനോടോ ഒരാളുടെ ഫാമിലി അന്തരീക്ഷത്തോടോ മറ്റൊരാളുടെ ഫാമിലിയെ ഒരിക്കലും കമ്പയർ ചെയ്യാനേ പറ്റില്ല. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്ന ഫാമിലികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് ആ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഓരോ ഫാമിലിയും തികച്ചും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് ഈ ഫാമിലി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ വീഡിയോ ചെയ്യുന്ന ആളുകൾ അധികം പേര് കുറ്റപ്പെടുത്തുന്നത് ഈ സ്ത്രീ വളരെ ഫേക്കാണ്, കല്യാണം നടത്താൻ പണമില്ലാത്തതുകൊണ്ട് മകളോട് ഒളിച്ചോടി പോകാൻ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് മകൾ ഒളിച്ചോടി പോയത്. കാരണം വിവാഹ നിശ്ചയമൊക്കെ വളരെ ഗ്രാൻഡായി നടത്തിയ ആ വിവാഹ നിശ്ചയത്തിൻ്റെ ഒക്കെ ഫുള്ള് വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ്. അമ്മമാർ പൊതുവേ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയുടെ വിവാഹ നിശ്ചയ വീഡിയോ ഒക്കെ ഫുൾ കണ്ട ഒരാളാണ്. നല്ല പൈസ ഇറക്കിയിട്ട് വളരെ ഗ്രാൻഡായിട്ട് അവർ നടത്തിയത്. അതുപോലെ തന്നെ അതിലും മനോഹരമായിട്ട് കല്യാണം നടത്തുമെന്ന് അവർ ആഗ്രഹിച്ചു. കാരണം മൂത്ത മകളുടെ കല്യാണവും അവർ വിചാരിച്ച പോലെ നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ചെറിയ മോളുടെ കല്യാണമെങ്കിലും വളരെ ഗ്രാൻഡായിട്ട് നടത്തണമെന്ന് അവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള പൈസ ഉണ്ടാക്കാൻ കഴിയാതെയും വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഉണ്ടായുള്ള ഒരു വേവലാതിയാണ് ആ അമ്മ പല വീഡിയോയിലും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ അച്ഛനും അങ്ങനെ തന്നെയാണ്. പൈസ ഇല്ല എന്നാലോ തങ്ങൾ ഉദ്ദേശിച്ച പോലെ തങ്ങളുടെ മകൾ ആഗ്രഹിക്കുന്നത് പോലെ ആ കല്യാണം മനോഹരമാക്കി നടത്തണം, ഈ മകളെങ്കിലും അങ്ങനെ നല്ല രീതിയിൽ അയക്കണം എന്നൊരാഗ്രഹം അമ്മയും അച്ഛനും ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അവർ ആ സ്ഥലം നല്ല വിലയ്ക്ക് കച്ചവടമായാൽ മാത്രമേ പിന്നെ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് നീണ്ടുപോയാലും വിവാഹം കുറച്ച് നീണ്ടുപോയാലും കുഴപ്പമില്ല എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. പിന്നെ അതിന് താഴെ 2 കുട്ടികളുണ്ട്, പൊടി കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളുടെ ഭാവിയും കൂടി അവർക്ക് നോക്കണം. ആ ഒരു വേവലാതി ആ അമ്മയും അച്ഛനെ അലട്ടുന്നുണ്ടാവും. ഇപ്പൊ ഈ യൂട്യൂബ് വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കുറച്ച് സ്ഥലമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ ഭാവിയിൽ അതൊരു പ്രയോജനമാണ്. അപ്പോൾ തീരെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ മാത്രമേ ഈ സ്ഥലം വിൽക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുള്ളൂ എന്നതാണ് അവർ പറഞ്ഞു വെച്ചത്. എന്തെങ്കിലും ഒരു മാർഗം വേറെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സ്ഥലം വിൽക്കില്ലായിരുന്നു. ഇതൊക്കെ ഏതൊരു ഫാമിലിയിലും ഉണ്ടാകുന്ന സാധാരണ സംഭാഷണങ്ങളാണ്. ഈ കുറ്റപ്പെടുത്തുന്ന ആളുകളെ അവരെ കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്ത ആളുകൾ കമന്റ് ചെയ്ത ആളുകളൊക്കെ അവനവന്റെ ഫാമിലിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. നമ്മളൊക്കെ സാധാരണക്കാരാണ് അല്ലെ, സാധാരണക്കാരാ. ഒരുപാട് ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ
ഒക്കെ ഉള്ള വീട്ടുകാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അവസരങ്ങളും ഒക്കെ വരുമ്പോൾ, ഒരു ഹോസ്പിറ്റൽ കേസ്, കല്യാണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയും അല്ലെ, അറിയാതെങ്കിലും പറഞ്ഞു പോകും, അയ്യോ പൈസ ഇല്ലല്ലോ, അത് അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് വീട്ടിലുള്ള സ്ത്രീകൾ, അമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവർ പറഞ്ഞെങ്കിൽ കൂടി അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടാവും. അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അമ്മയും അത് തന്നെയാണ് പറഞ്ഞത്, പക്ഷേ അവരത് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. അത്രയേ ഉള്ളൂ. ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് അവരുടെ ആ സങ്കടങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ തന്നെയാണ് പറഞ്ഞ, ഒളിയും അറിയില്ലാതെ. അവരെ വീട്ടിൽ സംസാരിക്കേണ്ട വിഷയം ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു എന്നുള്ളൊരു തെറ്റവർ ചെയ്തു എന്ന് ഞാനും തുറന്നു സമ്മതിക്കുന്നു. അല്ലാതെ ക്യാമറയ്ക്ക് പിന്നിൽ, ക്യാമറ ഇല്ലാത്തപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന സംഭാഷണം തന്നെയാണത്. കാരണം മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയുള്ള കോഴ്സൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ചില സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും, നിന്റെ പഠിപ്പിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം പൈസ ചിലവായത്, അല്ലെങ്കിൽ നമുക്ക് ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ലായിരുന്നു എന്ന് അറിയാതെ പറഞ്ഞു പോകും. സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന പാരൻസ് അങ്ങനെ അറിയാതെ പറഞ്ഞു പോകും. അത് മക്കളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് അയക്കണം എന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടോ, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, അറിയാതെ തന്നെ നമ്മൾ പറഞ്ഞു പോവുകയാണ്. നമ്മുടെ അപ്പോഴത്തെ ആ വിഷമം ആരോടെങ്കിലും പറഞ്ഞു തീർക്കണ്ടേ, അതങ്ങനെ പറഞ്ഞു തീർക്കുകയാണ്. എല്ലാ ഫാമിലിയിലും അതുണ്ട്. പക്ഷെ അതാരും തുറന്ന് സമ്മതിക്കുന്നില്ല. ഒരാളെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴൊക്കെ തോന്നിയത്. ആ അമ്മയുടെ മനസ്സ് ഒരു നിമിഷം പോലും ആരും ചിന്തിക്കുന്നില്ല. അവർ ഫാമിലി വ്ളോഗേഴ്സാണ്, സമ്മതിച്ചു. ഒരുപാട് കൂതറ ഫാമിലി വ്ളോഗേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കൂതറ സെറ്റപ്പിൽ പറഞ്ഞാൽ വളരെ മോശം കണ്ടന്റുമായിട്ട് വരുന്ന ആൾക്കാർ, അത്രയൊന്നും മോശം കണ്ടന്റ് വെക്കുന്ന ആൾക്കാരല്ല. അവരവരുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ ഇട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി വ്ളോഗറാണ്. ഒന്നും ഒളിവും മറവും ഒന്നുമില്ല ആ സ്ത്രീക്ക്. അവര് ഈ പറഞ്ഞ പോലെ കുറെ എന്തെങ്കിലുമൊക്കെ ക്യാമറയ്ക്ക് വേണ്ടി അഭിനയിച്ച് കാണിക്കുകയും അങ്ങനെയൊന്നും ചെയ്യാതെ ഉള്ളതുപോലെ പറയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫാമിലിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മൂത്ത മോള് ശരിയാണ്, അവരെ പറ്റിച്ചൊളിച്ചോടിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് അവർ റീജോയിൻ ആവുകയും ചെയ്തു. അതാണ് ഒരു അമ്മ മനസ്സ്. ഒരു അമ്മയും അച്ഛനും എന്തൊക്കെ മക്കളെ തള്ളി പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും, ഇനി മേലാൽ ഇങ്ങോട്ട് കയറണ്ട, നീ എന്നെ പറ്റിച്ചു പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ശപിച്ചാലും പ്രാഗിയാലും മക്കൾ വന്ന് കാല് പിടിക്കുമ്പോൾ അമ്മയും അച്ഛനും ക്ഷമിക്കും. കാരണം അത്രയും പെറ്റുപോറ്റി വളർത്തിയ അമ്മയും അച്ഛനുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മക്കളോട് പൊറുക്കും. മക്കൾക്ക് ചിലപ്പോൾ നേരെ തിരിച്ച് അവരോട് ക്ഷമിക്കാനോ സഹിക്കാനോ കഴിഞ്ഞൊന്നുമില്ല. പക്ഷെ അമ്മയ്ക്കും അച്ഛനും എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കഴിയും. കാരണം നമുക്കറിയാം, ഗുരുവായൂർ അമ്പലം നടയിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടാക്കുന്ന വൃദ്ധ മാതാപിതാക്കളുണ്ട്. അവരോടൊക്കെ പോലീസുകാരെ വിളിച്ചിട്ട് മക്കൾക്കെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കില്ല. കാരണം എന്താ, എൻ്റെ മക്കൾ ഞാൻ എങ്ങനെ നടന്നാലും വിരോധമില്ല, മക്കൾ സമാധാനമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞോട്ടെ, എൻ്റെ മകനെതിരെയോ മകൾക്കെതിരെയോ ഞാൻ കേസ് കൊടുക്കില്ല എന്ന് പറയുന്ന അമ്മമാരുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അവരെന്ത് വിചാരിച്ചു, ചെറിയ മക്കൾക്കെങ്കിലും നല്ലൊരു ജീവിതം നല്ല രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് കരുതി. ഈ കുറ്റം പറയുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുട്ടിക്ക് കുഞ്ഞുനാൾ മുതലേ എന്തൊക്കെയോ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള കുട്ടിയാണ്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര പൈസ ചിലവേണ്ട. അവർ പറയുന്നുണ്ട്, അയാൾ നല്ല പ്രായത്തിൽ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ആ വീടുണ്ടാക്കിയത്, മക്കളെ എത്രയും നാൾ നോക്കിയത്, കിട്ടുന്ന പൈസ സമ്പാദ്യങ്ങൾ മുഴുവനും ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. ഓരോ രോഗങ്ങളായിട്ട് വരുന്നതിനനുസരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. അന്നും അതെ ഇന്നും അതെ എന്നാണ് അവർ പറയുന്നത്. നമ്മളും കാണുന്നതാണ് അവരുടെ വീഡിയോയിലൂടെ അല്ലേ. അവർക്ക് ഓരോ അസുഖങ്ങൾ, അവരുടെ മക്കൾക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവർ കയറി ഇറങ്ങുന്നത്. അപ്പോൾ അവരുടെ ആയുസ്സും ആരോഗ്യവും സമ്പാദ്യവും ഒക്കെ ഈ മക്കൾക്ക് വേണ്ടി ചിലവാക്കുകയാണ്. 4 മക്കളെയൊക്കെ പെറ്റുപോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള സംഗതികളല്ല. ഒരു വീട്ടിലെ ചെലവിൻ്റെ കാര്യം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മാസം ഈ 6 പേരടങ്ങിയ ഒരു കുടുംബത്തിന് എന്തുമാത്രം ചെലവ് വരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ ഈ കാലത്ത്? അതൊന്നും ചിന്തിക്കാതെ പലരും കണ്ണു അടച്ച് അവരെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. അവരുടെ മനസ്സെന്താണെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല. ശരിയായിരിക്കും, അവർ കുറേ അധികം പരാതിയും പരിഭവവും ഒക്കെ ഈ കല്യാണം നടത്തുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. ആ മകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവില്ല, അതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവില്ല എന്നല്ല. അവളും നാളെ ഒരമ്മയാവും. ആ അമ്മയാവുമ്പോൾ ഇപ്പോൾ ഈ അമ്മ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നത് അന്ന് അവൾ ചിന്തിക്കും. ഒരു സംശയമില്ല എന്തുകൊണ്ട് ആ അമ്മ അന്ന് അങ്ങനെ പറഞ്ഞു. കാരണം 2 പൊടി കുഞ്ഞുങ്ങൾ ഇനി അവർക്കുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴോ ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോഴോ അവർക്ക് ഭീതിയാണ്. കാരണം ഈ 2 പൊടി കുഞ്ഞുങ്ങളെ ആര് നോക്കും, അവറ്റവളുടെ ഭാവി എന്താവും എന്നുള്ള ചിന്ത അവരെ അലട്ടുന്നുണ്ടാവും. ഈ 2 പെൺമക്കളെ മാത്രം കല്യാണം കഴിപ്പിച്ച് അയക്കുകയും അവരുടെ കാര്യം നോക്കിയാൽ മാത്രം പോരല്ലോ. അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ വീഡിയോയ്ക്ക് താഴെയൊക്കെ കമൻറ്റ് ചെയ്യുന്നു, വീഡിയോ ചെയ്ത് പറയുന്നു, ഇയാൾക്ക് വല്ല പണിക്കും പൊക്കൂടെ, നല്ല ആരോഗ്യമുള്ള ഒരുത്തനാണല്ലോ, അയാൾക്ക് ഏതു നേരവും ഈ ഭാര്യയുടെ പുറകെ നടക്കാനേ നേരമുള്ളോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ള എത്ര
എത്ര ആളുകൾ ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ആലോചിക്കൂ. വളരെ അയാളൊന്നുമില്ലെങ്കിൽ ഒരു പ്രായമായ മനുഷ്യനാണ്. ആയ കാലത്ത് അയാൾ നല്ലോണം അധ്വാനിച്ചൊരു വീട് വെച്ച മനുഷ്യനാണ്. ആ മക്കളെയൊക്കെ ഈ നിലയ്ക്ക് വളർത്തിയൊരു മനുഷ്യനാണ്. അതൊന്നുമില്ലാതെ 10, 20, 25, 27 ഒക്കെ വയസ്സുള്ള ചെറിയ പിള്ളേർ ഈ ഫാമിലി വ്ലോഗും കൊണ്ട് നടന്ന് ജീവിക്കുന്നില്ലേ? അവരോടൊന്നും നിങ്ങൾ എന്താ അത് പറയാത്തത്? പോയി പണിയെടുത്ത് ജീവിക്കണം, നിന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ കാണിച്ച് ജീവിക്കാതെ എന്ന് നിങ്ങൾ ആരോടും ഇത് പറയുന്നില്ലല്ലോ. ആ മനുഷ്യനോട് എന്തിനു പറയുന്നു? ഇത്രയും പ്രായമുള്ള മനുഷ്യനാണ്. ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഏർണിങ്സ് പ്രതീക്ഷിച്ചിട്ടാണ്. ആ കിട്ടുന്ന വരുമാനം മതി അവർക്ക് ജീവിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പൊ എല്ലാവരും കൂടി ഒരു കുടുംബം ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയാലേ അങ്ങനെയൊക്കെ ഒരു വ്ലോഗൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇവർ അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ മൂത്ത മകൾ അവർക്ക് സ്വന്തമായിട്ട് ചാനലുണ്ട്. എന്നിട്ട് പോലും അവള് സ്വന്തമായിട്ടൊരു തൊഴിൽ പഠിച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇപ്പോൾ ആ കുട്ടി അല്ലേ. അത്യാവശ്യം മേക്കപ്പിനും മോഡലിങ്ങിനും ഒക്കെ പോയി പൈസ ഉണ്ടാക്കുന്ന ചെറിയ പെൺകുട്ടി. അത് അത്യാവശ്യം മോഡലിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ മേക്കപ്പ് പഠിക്കുന്നുണ്ട് തോന്നുന്നു. അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. വെറും യൂട്യൂബ് ചാനൽ വെച്ചിട്ട് മാത്രം ജീവിക്കാൻ അവർ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ അവർക്കൊരു ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ഷോപ്പുണ്ട്. അപ്പോൾ അവർ വേറെയും വരുമാന മാർഗങ്ങൾ നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. എന്നിട്ടും അയാളെ കുറ്റപ്പെടുത്തണം തനിക്ക് വേറെ പണിക്ക് പൊക്കൂടെ എന്ന്. ഒരു കുഴപ്പമില്ലാത്ത നല്ല ചെറുപ്പക്കാർ പയ്യന്മാർ ഈ തൊഴിൽ കൊണ്ട് യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കുന്ന കാലത്ത് അയാളോട് എന്തിനത് പറയണം? ഒരിക്കലും ആ അമ്മയെ തറപ്പിച്ച് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവരുടെ ചിന്താഗതി എന്താണ്? അവർ ഈ മകൾ ഇറങ്ങിപ്പോയ ശേഷം എന്തുമാത്രം തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവുമെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. നാളെ ശരിയായിരിക്കും ഈ മകള് വന്നിട്ട് അമ്മയോട് ക്ഷമ പറയുകയാണെങ്കിൽ ആ അമ്മ 2 കൈ നീട്ടി സ്വീകരിക്കും. ഈ പുറമേ പറയുന്ന പോലെയല്ല. ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായാലും ശരി, കമന്റ് ഇടുന്ന ആൾക്കാരായാലും ശരി, അവർ ചിന്തിക്കണം തങ്ങൾ മുഴുവനായിട്ട് പെർഫെക്റ്റ് ആണോ, തങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അവരൊക്കെ അച്ഛനമ്മമാരെ നോക്കാതെ വഴിയിൽ വലിച്ചെറിഞ്ഞിട്ടായിരിക്കും ഇതുപോലെയുള്ള കമന്റ് ചെയ്യുന്നത്. ഈ അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നത്? മക്കൾ ഇട്ടെറിഞ്ഞു പോയാലും ഒരു സുപ്രഭാതത്തിൽ അവർ തിരിച്ചു വരുമ്പോൾ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നുണ്ട്. അതാണ് ശരിക്കും അച്ഛനും അമ്മയും, റിയൽ ആയിട്ടുള്ള അച്ഛനും അമ്മയും അതാണ്. അല്ലാതെ അതിന് നാടകം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതിനെ പുച്ഛിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം ഇപ്പോഴത്തെ പൊന്നുവിൻ്റെ കേസാണെങ്കിൽ ശരിയാണ്. അവർ പൊന്നു തിരിച്ചു വന്നതൊക്കെ അവർ റിയൂണിയൻ എപ്പിസോഡൊക്കെ എടുത്തത് എനിക്ക് തോന്നുന്നു അത് നേരത്തെ ഒരു പ്ലാൻ ചെയ്തത് തന്നെയാണ്. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് പ്ലാൻ ചെയ്ത് തന്നെയാണ്. അവരൊക്കെ കോംപ്രമൈസ് ആയ ശേഷം പ്ലാൻ ചെയ്തതാണെന്ന്. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ അവരാകെ തകർന്നു പോയിട്ടുണ്ടാകും. ഒരു സംശയമില്ല. കുറേ ദിവസമായിട്ട് അവരാരും തന്നെ ഒരു വീഡിയോ ഒന്നും പ്രതികരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ മാനസികമായി വല്ലാതെ തകർന്നു പോയിട്ടുണ്ടാവും. എന്നാൽ ഈ മകളുടെയെങ്കിലും വിവാഹം നന്നായി നടത്തണം. ഇനി 2 കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നേ ഉള്ളൂ. എങ്ങനെയായാലും ഒരു 10-18 വർഷം കഴിഞ്ഞിട്ടേ അവറ്റുള്ള കല്യാണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മകളുടെ നല്ല ആഡംബരമായി നടത്തണം എന്നവർ ചിന്തിച്ചിട്ടുണ്ടാവാം. അതും കൂടി തകർന്നപ്പോൾ ആ അമ്മയും അച്ഛനും തകർന്ന് തരിപ്പണമായിട്ടുണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ആരും വിലയിരുത്തുന്നില്ല. തങ്ങളുടെ കുടുംബത്തിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം മക്കളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കൊന്നും പറയാം. നമ്മളൊക്കെ മക്കളെ വളർത്തുന്ന ആൾക്കാരാ. അവരേത് നിമിഷം എങ്ങനെ ഏത് രീതിയിൽ ചിന്തിക്കുന്നു പറയാൻ പറ്റില്ല. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുമ്പോൾ അത് അവർ തിരിച്ചറിയന്നെ വേണം. അത് ഏതമ്മയും പറയുന്ന. അതിൻ്റെ പേരിൽ മക്കൾ പിണങ്ങി വീട് വിട്ടു പോവുകയാണെങ്കിൽ അത് ആ മക്കളുടെ തെറ്റാണ്. അതുവരെ പെറ്റുപോറ്റി വളർത്തി എല്ലാ അസുഖങ്ങളെയും തരണം ചെയ്ത് ഇതുവരെ എത്തിച്ച് സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ അമ്മ കണക്ക് പറയുന്നു, അച്ഛൻ കണക്ക് പറയുന്നു എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോയാൽ ആ മകൾക്ക് ആ അമ്മയും അച്ഛനെയും കുറിച്ച് അറിയില്ല. അവരുടെ മനസ്സെന്താണെന്നറിയില്ല. കുടുംബത്തിനെ കുറിച്ച് ധാരണയില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. ആ കുടുംബത്തിന്റെ ഒരു കെട്ടുറപ്പിൽ കഴിഞ്ഞിരുന്ന കുട്ടിയാണെങ്കിൽ ആ കുടുംബം എന്താണ്, ഓരോ ദിവസവും അവരെങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് തിരിച്ചറിഞ്ഞ കുട്ടിയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഇറങ്ങിപ്പോകുന്നില്ല. നാളെ അവൾക്ക് ആ തിരിച്ചറിവ് വരും. ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും വരും. പുറമേ നിന്ന് പല ആളുകളും പിരികേറ്റാനും മെരിപിരികേറ്റാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവനവൻ്റെ ജീവിതമാണ്, അവനവൻ്റെ അമ്മയാണ്, അവനവൻ്റെ അച്ഛനാണ്, അവനവൻ്റെ കൂടപ്പറപ്പുകളാണ്. അവർക്കും നാളെ ഒരു ഭാവിയുണ്ട്. അതുകൊണ്ടാണ് അമ്മയും അച്ഛനും ഇങ്ങനെ പറയുന്നതെന്നുള്ളൊരു ചിന്ത ആ മകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവൾ 2 വട്ടം ആലോചിച്ചേനെ. അതില്ലാതെ ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടതിൻ്റെ അനന്തരഫലമാണ് ആ കുട്ടി ഇറങ്ങിപ്പോയതെന്ന് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ വയ്യ.